ഇന്ന് എന്നെ നമ്മുടെ ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിൽ കാണാൻ വന്ന ഒരു രോഗിയും സഹോദരനുമായി അല്പനേരം ഞാൻ സംസാരിക്കുന്നതിനിടയായി. അവർ രണ്ടുപേരുടെ മുഖത്ത് വളരെ സന്തോഷം. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഇവനെ കാണുന്നവരും അയൽക്കാരും സ്നേഹമുള്ളവരും എല്ലാവരും പറയുന്നു എത്രമാത്രം വ്യത്യാസമായിരിക്കുന്നുവെന്ന്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം അനേക വർഷങ്ങളായിട്ട് വീട്ടിൽ വിദ്യാസമ്പന്നനാണെങ്കിൽ പോലും ഒരു കാര്യവും ചെയ്യാതെ പല വികൃതികളും കാട്ടി ജീവിച്ചിരുന്ന ആ വ്യക്തിയെ ഓർത്ത് എല്ലാവർക്കും സന്തോഷമായി. എൻ്റെ പരിശോധനയും കുറേ നേരമുള്ള സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം ഈ എൻ്റെ പേഷ്യൻ്റ് തന്നെ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് എനിക്ക് ഇത്രയൊക്കെ ശരിയായി വന്നു? ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങൾ രണ്ടുപേരും അതുപോലെ വെളിയിലിരിക്കുന്ന പലരും പല വ്യക്തിത്വങ്ങളുടെ ഉടമയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുന്നു. അതായത് നമ്മൾ ഓരോ വ്യക്തികളും ഓരോ എൻജിനാണ്. ആ എൻജിന് വേണ്ട ഇന്ധനവും അതുപോലെ വേണ്ട ഓയിലുകളും സർവീസും ഒക്കെ ചെയ്യേണ്ടത് എന്നും അത്യന്താപേക്ഷിതമാണ്. നമ്മൾ ഏറ്റവും അധികം നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്, ബ്രെയിൻ. ആ ബ്രെയിന് വേണ്ട ധാരാളം കെമിക്കൽസ് ഉണ്ട്, ധാരാളം ഹോർമോൺസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നത്, പഠിക്കുന്നത്, ബുദ്ധി പ്രവർത്തിക്കുന്നത്, എല്ലാവരോടും ഇടപെടുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ കെമിക്കൽസിനോ അല്ലെങ്കിൽ ഹോർമോൺസിനോ അതിനകത്ത് കോട്ടം സംഭവിച്ചാലോ അതിൻ്റെ ഉൽപ്പാദനത്തിലോ അതിൻ്റെ ട്രാൻസ്മിഷനിലോ ഒക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അത് നമ്മളുടെ പൂർണ്ണ പ്രവർത്തനശേഷിയെ മന്ദഗതിയിലാക്കുകയും ചിലപ്പോൾ പരസ്പര വിരുദ്ധമായ രീതിയിൽ തന്നെ നീങ്ങുന്നതിന് ഇടവരും. ആ സമയത്ത് ആരാണെങ്കിലും അല്പം പ്രയാസഘട്ടത്തിൽ എത്തുന്നതായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഞാൻ ചെയ്ത ചികിത്സ എന്ന് പറയുന്നത് ഈ കെമിക്കൽസിൻ്റെ ലെവല് അതൊക്കെ നോർമൽ സ്ഥിതിയിലാക്കുന്നതിന് വേണ്ട മെഡിസിൻസ് നൽകി. അത് ശരിക്കും ഫലിച്ചു. അത് പറഞ്ഞത് മുഴുവൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കേട്ടു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് നല്ല ഒരു അവസ്ഥാവിശേഷം ലഭിച്ചു. ഏതായാലും ഇനിയും ഡോക്ടർ പറയുന്ന അത്രയും കാലം മരുന്നുകൾ കഴിക്കുകയും ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമെന്ന് അവരെനിക്ക് ഉറപ്പ് തന്നു. പണ്ട് ഞാൻ ഭാഗികമായി ചെയ്ത ചികിത്സയും പൂർത്തീകരിക്കാത്ത ചികിത്സയും ചികിത്സ നിഷേധിച്ചതും ഇനിയും എൻ്റെ ഡിക്ഷണറിയിൽ ഉണ്ടാകുകയില്ല എന്ന് പോലും ആ വ്യക്തി പറഞ്ഞു. താങ്ക് യു.